ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള അടദോശയാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടുകാരുടെ ഒരു മെയിൻ ബ്രേക്ക്ഫാസ്റ്റാണ്, അവരുടെ ഭക്ഷണമാണിത്. അപ്പോൾ ഇത് നമുക്കും വീട്ടിൽ തയ്യാറാക്കാം, നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാം. കുട്ടികൾക്കായാലും ഡയറ്റ് നോക്കുന്നവർക്കായാലും ഒക്കെ ഇത് ഓരോന്നോ രണ്ടോ കഴിച്ചാൽ മതി. ഇത് നല്ല വെള്ള ചട്നി കൂട്ടിയിട്ടോ തക്കാളി ചമ്മന്തി കൂട്ടിയിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. പുളിയുള്ള ചട്നിയാണ് കൂടുതൽ സ്വാദ് ഉണ്ടാവുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കിയിട്ട് വരാം കേട്ടോ. ഇതിനായിട്ട് നമ്മൾ പരിപ്പുകളൊക്കെ തലേദിവസം വെള്ളത്തിലിട്ട് വയ്ക്കുക. അപ്പോൾ മസൂർ ദാൽ, പിന്നെ ചെറുപയർ പരിപ്പ്, കടലപ്പരിപ്പ്, തുവരപ്പരിപ്പ്, പിന്നെ ഇഡലിപ്പൊന്നി, ഇതെല്ലാം കൂടെ എടുത്ത് നന്നായിട്ട് ഈ വെള്ളം തെളിയണ വരെ കഴുകിയെടുക്കുക. അത് കഴിഞ്ഞാൽ വെള്ളം കളഞ്ഞ് നല്ല വെള്ളം ഒഴിച്ച് വയ്ക്കുക. നല്ല വെള്ളം ഒഴിച്ച് വയ്ക്കണം, കാരണം നമ്മൾ ഈ വെള്ളമാണ് ഇനി അരയ്ക്കാൻ എടുക്കുന്നത്. അപ്പോൾ ഒരു 4 കപ്പോളം വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഇത് ഇനി കുതിർന്ന് വരുമ്പോൾ വെള്ളം വറ്റില്ലേ. അങ്ങനെ ഇത് അടച്ചു വയ്ക്കുക. തലേദിവസം തന്നെ കഴുകി വൃത്തിയാക്കി അടച്ചു വയ്ക്കുക. പിറ്റേ ദിവസം രാവിലെ തന്നെ എണീറ്റിട്ട് അതിൽ ആദ്യം തന്നെ ഒരു 5-10 വറ്റൽമുളക് ഇട്ട് വയ്ക്കുക. അതൊന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളത്തിലിടുന്നത്. പിന്നെ ചുമന്നുള്ളിയൊക്കെ ഒരു 5-10-15 ഒക്കെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ വെള്ളം നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റിയത് ആ വെള്ളം തന്നെ നമ്മളിനി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആ വറ്റൽമുളക് ഇട്ടു, കാരണം ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്താൽ വേഗം തന്നെ മുളക് കുതിർന്ന് കിട്ടും. പിന്നെ അത് ഓരോ ബാച്ചായിട്ട് അരച്ചെടുക്കുക. നമ്മൾ ഇതിലത്തെ വെള്ളമൊക്കെ ചേർത്തിട്ട് തന്നെയാണ് അരയ്ക്കുന്നത് കേട്ടോ. ഭയങ്കരമായിട്ട് നമ്മുടെ മസാല ദോശ ഉണ്ടാക്കുന്ന പോലത്തെ അത്ര പേസ്റ്റായിട്ട് ഇങ്ങനെ അരയ്ക്കണ്ട, കുറച്ച് തരുതരും തന്നെ അരച്ചെടുത്താൽ മതി. അത് എത്ര വെള്ളം ഒഴിച്ചിട്ട് അരച്ചാൽ മതി കേട്ടോ. അത് ഭയങ്കര ലൂസിൽ അരയ്ക്കരുത്. അങ്ങനെ നമ്മൾ അരച്ചെടുത്തു കേട്ടോ. ഫസ്റ്റ് ബാച്ച് അരച്ചെടുത്തു. പിന്നെ ബാക്കിയുള്ളത് അങ്ങനെ 3 പ്രാവശ്യമായിട്ട് കുറേശ്ശെ നമ്മുടെ മിക്സിയുടെ ജാറിൽ കൊള്ളുന്നത്ര അളവെടുത്തിട്ട് നമ്മൾ അരച്ചെടുക്കുക. ഇതുപോലെ ഇതിപ്പോൾ മുളകൊക്കെ ഇട്ട് അരച്ച് തന്നെ കളറ് മാറിയത് കേട്ടോ. അങ്ങനെ എല്ലാ പരിപ്പുകളും അരച്ച് കഴിഞ്ഞു. ഇനി മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ ചട്നി കൂട്ടി കഴിക്കുന്നതാണ്, അതുകൊണ്ട് ഉപ്പൊക്കെ പാകത്തിന് ഇട്ടോളൂ. ചട്നിയിൽ ഉപ്പുണ്ടാവും, ഇതിലും ഉപ്പുണ്ടാവും. അപ്പോൾ രണ്ടും കൂടെ നോക്കിയിട്ട് ഇട്ടോളൂ കേട്ടോ. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് അത് അവിടെ അടച്ചു വയ്ക്കുക. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടെ വേണം. അപ്പോൾ ഒരു പിടി ചീര എടുത്തിട്ടുണ്ട് കേട്ടോ. ചീര ചെറുതായി അരിഞ്ഞു. പിന്നെ ഒരു സവാള എടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തു. ഇതൊക്കെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തു. അങ്ങനെ ചട്ടി വെച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ടു, പിന്നെ ജീരകം ഇട്ട് കൊടുത്തു, പിന്നെ കറിവേപ്പില, പിന്നെ സവാള. ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ, ഭയങ്കരമായിട്ട് ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ കായത്തിൻ്റെ പൊടി, കാരണം ഇത് പരിപ്പുകളല്ലേ, ഗ്യാസൊന്നും ഇല്ലാണ്ടിരിക്കാനാണ് ജീരകവും ഇതൊക്കെ ചേർക്കുന്നത്. അങ്ങനെ അതൊക്കെ നന്നായി മൂത്ത് വന്നപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച് ചീര ഇട്ട് കൊടുക്കുക. ഇനി ചീര ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഏത് ഇലകളാണ് നമ്മുടെ വീട്ടിലുള്ളതെന്ന് വെച്ചാൽ മുരിങ്ങയുടെ ഇലയോ അതുപോലെ തന്നെ ഉലുവയുടെ ഇലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ എന്തായാലും ചേർക്കാട്ടെ ഇതിൽ. അപ്പോൾ ഇതാണ് ലൂസ് അതിൻ്റെ. അപ്പോൾ നമ്മൾ അതിലേക്ക് മാവിലേക്ക് നമ്മൾ ഈ വാട്ടി വെച്ച് ചീര ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ കുറച്ചും കൂടെ വെള്ളം വേണം, ഭയങ്കര തിക്കാവാനും പാടില്ല, പിന്നെ ലൂസ് കൂടാനും പാടില്ല. ഇതിൻ്റെ ലൂസ് ഭയങ്കര, ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അത് പാകത്തിനുള്ളതായില്ലെങ്കിൽ ദോശ ഉണ്ടാക്കുമ്പോൾ നന്നാവില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാകം കേട്ടോ. ഇനി വേണമെങ്കിൽ അഥവാ ഇരുന്ന് ഒന്നും കൂടി കട്ടിയാവുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കിയാൽ മതി. പിന്നെ അതിലേക്ക് വെള്ള ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നാളികേരം എടുത്തു, പച്ചമുളക്, ഉള്ളി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു. പിന്നെ അതിലേക്ക് പുളി വേണം കേട്ടോ. ഈ ചട്നിയിൽ പുളി വേണം. അപ്പോൾ കോൽപ്പുളി ഒരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് പിഴിഞ്ഞിട്ട് ഒഴിച്ചതാണ്. കാരണം ഈ ദോശ പുളിയില്ലാത്തതല്ലേ, അതുകൊണ്ട് ഇതിലേക്ക് പുളിയുള്ള ചമ്മന്തിയാണ് നല്ലത്. ഒന്നില്ലെങ്കിൽ തക്കാളി ചമ്മന്തി എടുക്കുക. തക്കാളി ചമ്മന്തി നല്ല സൂപ്പറാണ് ഇത് കഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ സാധാരണ ചട്നി ഉണ്ടാക്കുന്ന പോലെ തന്നെ എണ്ണ ചൂടാക്കി കടുകും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ മൂപ്പിച്ചിട്ട് അതിലേക്ക് ഈ അരപ്പ് ചേർത്ത് അപ്പോൾ തന്നെ ഓഫ് ചെയ്യുക കേട്ടോ. അധികം അങ്ങനെ തിളപ്പിക്കൊന്നും വേണ്ട ചട്നി. അപ്പോൾ നമ്മുടെ വെള്ള ചട്നി റെഡിയായി. അപ്പോൾ ചട്നി അവിടെ റെഡി ആയിട്ടിരുന്നാൽ പിന്നെ നമുക്ക് ദോശ കഴിക്കാൻ എളുപ്പമായില്ലേ. ഈ ദോശ ചൂടോടുകൂടി കഴിക്കണം കേട്ടോ. തണുത്തിട്ടൊന്നും കഴിക്കാൻ പാടില്ല. അപ്പോൾ തന്നെ ഈ മാവ് ഒരു ദിവസം പിറ്റേ ദിവസം ഉണ്ടാക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാം. അല്ലാതെ കൂടുതൽ ദിവസമൊന്നും എടുത്ത് വെച്ചാൽ സ്വാദുണ്ടാവില്ല, കാരണം ഉള്ളി ചേർത്തതല്ലേ. ഉള്ളി ചേർത്ത് കഴിഞ്ഞാൽ കേടായി പോവും, പരിപ്പുകളും ഉള്ളിയൊക്കെ ഉള്ള കാരണം. അപ്പോൾ എടുത്തു വയ്ക്കാൻ മാത്രം ഉണ്ടാക്കണ്ട കേട്ടോ.
കാലത്ത് ഉണ്ടാക്കാം, വേണമെങ്കിൽ വൈകുന്നേരം ഉണ്ടാക്കാം, പിന്നെ വേണമെങ്കിൽ ബാക്കിയുള്ളത് പിറ്റേ ദിവസം കൂടെ ഉണ്ടാക്കാം. അപ്പോൾ പാൻ ചൂടാവുമ്പോൾ ആദ്യം ഇത് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് സിമ്മിലിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് മാവ് ഒഴിച്ചിട്ട് പരത്തി കഴിഞ്ഞ് നമ്മൾ മറ്റേ പോലെ കനം കുറച്ചൊന്നും പരത്തണ്ട കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ നല്ലെണ്ണയാണ് ഒഴിക്കേണ്ടത് കേട്ടോ. ഇതിൽ വേറെ ഏതോ എണ്ണ ഒഴിച്ചാലും സ്വാദം ഉണ്ടാവില്ല, നല്ലെണ്ണയാണ് ഇതിൽ ഒഴിക്കേണ്ടത്. അങ്ങനെ പിന്നെ കുറച്ച് തീ ഒന്ന് കൂട്ടി കൊടുക്കുക. അങ്ങനെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് കാണാം, കുറച്ച് ചെറുതായിട്ടൊരു ബ്രൗൺ കളർ വരുമ്പോൾ നമ്മളത് മറിച്ചിട്ട് കൊടുക്കുക. അടിയിൽ പിടിക്കുകയൊന്നുമില്ല. ഇതിൻ്റെ ആ മാവിൻ്റെ കൺസിസ്റ്റൻസി ശരിയാണെങ്കിൽ ദോശ നമുക്ക് വേഗം വേഗം മറിച്ചിടാനൊക്കെ പറ്റും. ഇതൊരു 3 ദോശയൊക്കെ കഴിച്ചാൽ വയറ് ഫുള്ളാണ് കേട്ടോ. 2 എണ്ണം കഴിച്ചാൽ മതി. നല്ല ദോശയാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ്, നല്ല ടേസ്റ്റിയുമാണ്. നമ്മുടെ വെള്ള ചട്നി കൂട്ടി കഴിക്കുക, അല്ലെങ്കിൽ തക്കാളി ചമ്മന്തി കേട്ടോ. അപ്പോൾ നമ്മുടെ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. നല്ല ചൂടോടുകൂടി മൊരുന്നനെയുള്ള ഈ അടദോശ കഴിക്കണം, മറക്കണ്ട. അപ്പോൾ ഈ ദോശ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഏതെങ്കിലും ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ.